മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനോവേലന്നിടം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനോവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനോവേലൻ നിണം ചിന്തി മനോവേലൻ നിണം ചിന്തി മനോവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. മരണശേഷം മനുഷ്യൻ എവിടെ എന്നുള്ള ചിന്തയെ ആസ്പദമാക്കി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 തിരുവചന ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ച് യാത്ര ചെയ്യുന്നത്. അതിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ആ നിയമിക്കപ്പെട്ടതായ ന്യായവിധിയിൽ നിന്ന് മനുഷ്യവർഗത്തിന് രക്ഷ പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് കാൽവറി ക്രൂശ്. അത് പുണ്യപ്രവർത്തികൾ കൊണ്ട് ലഭ്യമാകുന്നതല്ല, നേർച്ച കാഴ്ചകൾ കൊടുത്തത് കൊണ്ട് ലഭ്യമാകുന്നതല്ല, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിലയിലുള്ള ക്രിയകൾ ചെയ്തതുകൊണ്ട് ലഭ്യമാകുന്നതല്ല. ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം തന്നെ അതിന് പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അർത്ഥാൽ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതായ വചനമനുസരിച്ച് ജീവിപ്പാനാണ് ആളുകൾക്ക് ഇഷ്ടക്കുറവ്. എളുപ്പവഴിയിൽ കൂടെ സ്വർഗത്തിലെത്തണം അല്ലെങ്കിൽ പർദീസയിൽ എത്തണം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെ എളുപ്പവഴി ഇല്ല എന്നുള്ളതാണ് സത്യം. ആമേൻ. അപ്പോൾ ആ സത്യം മുൻപിൽ ഉള്ളത് കൊണ്ട് ഉള്ളതായ യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ തന്നെ മറ്റനേകരത് കേൾക്കുന്നവരുണ്ട്. ആ കേൾക്കുന്നവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടാകണം, കേൾവിക്കാരുടെ ജീവിതത്തിലും ഒരു രൂപാന്തരമുണ്ടായി, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായി, ദൈവസന്നിധിയോടൊന്നും കൂടെ അടുത്തു വരുവാൻ ഇടയാകണം. സ്തോത്രം, ഹല്ലേലൂയ. സ്നാനത്തിന്റെ പ്രാധാന്യതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈവം വെച്ചതായ ഒരു വ്യവസ്ഥയാണ് സ്നാനം എന്നുള്ളത്. അത് കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. സ്തോത്രം. അത് നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിച്ചല്ലോ. ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തെ മാനിക്കുന്നതാണ്, ദൈവനീതിയാണ്. സ്തോത്രം. ഇത് മൂന്നും ആര് നിവർത്തിച്ചു?
കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചു. അവൻ പാപിയായതുകൊണ്ടല്ല അപ്രകാരം പ്രവൃത്തി ചെയ്ത്, മറിച്ച് മനുഷ്യവർഗത്തിന് ഒരു മാതൃക കാട്ടിക്കൊടുത്തു. സ്തോത്രം. കാരണം പിതാവായ ദൈവം ഒരുക്കിയതായ പദ്ധതിയിലേക്ക് വീണ്ടും കയറി നിൽക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഹല്ലേലൂയ! രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞിന്റെ ജനനം പൂർത്തിയാകുകയുള്ളൂ. പലരും പറയുന്നുണ്ട്, വചനം പഠിച്ചിട്ട് എന്ത് ചെയ്യാം? സ്നാനപ്പെട്ടാൽ മതി. അതൊരർത്ഥത്തിൽ ശരിയാണെന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിൽ അത് ശരിയല്ല. സ്തോത്രം. കാരണം കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ജനിക്കാതെ അങ്ങനെ പഠിക്കാൻ പറ്റും? ജനിക്കാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അറിയേണ്ടത് എന്താണ്? എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അതെനിക്ക് പകരമാണ് മരിച്ചത്. അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ആ വ്യക്തിയെ എന്ത് ചെയ്യാം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ദൈവവചനം പറയുന്നു. തുടർന്ന് എന്ത് ചെയ്യണം? വചനപ്രകാരം ക്രമീകരണം വരുത്തേണ്ട ഇടങ്ങളിൽ ക്രമീകരണം വരുത്തി ജീവിപ്പാൻ സ്നാനപ്പെട്ട വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്നാനപ്പെടുത്തിയ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. നേർവഴി മോനെ ഇതാണ്, നേർവഴി മോളെ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ എന്തുണ്ട്? സ്നാനപ്പെടുത്തിയ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. ഇനി റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, പാപസമ്മതമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കേണ്ടത്? പാപസമ്മതമായി മരിക്കണം. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? ആത്മമരണമാണ് സംഭവിച്ചത്. ജഡത്തിലല്ല മരിച്ചത്, ആത്മമരണം സംഭവിച്ചു. ആത്മമരണം സംഭവിച്ചത് കൊണ്ട് ജഡവും എന്ത് ചെയ്യുന്നു? അതിന്റെ പുറകെ പോകേണ്ടി വരികയാണ്. സ്തോത്രം. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ആത്മാവിനാണ് പുതുക്കം വരുന്നത്. സ്തോത്രം. അതിനെ പാപം സമ്മതമായി എന്ത് ചെയ്യണം? മരിക്കണം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തി സ്നാനപ്പെടുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. സഭയോട് ചേരാനല്ല, ഒരു വ്യക്തിയോട് ചേരാനല്ല, ഒരു സംഘടനയോട് ചേരാനല്ല. പിന്നെ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിനോട് ചേരുവാനാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതറിയുന്ന പിശാചാണ് ഇതിലേക്ക് ആളുകൾ എന്ത് ചെയ്യാത്തത്? അടുപ്പിക്കാത്തതിന്റെ കാരണം യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പണി നടക്കില്ലെന്നറിയാം. ചേരേണ്ടതുപോലെ ചേരണം, എന്നാലേ പറ്റുള്ളൂ. തട്ടിപ്പ് പരിപാടി നടത്തിയേ പറ്റില്ല. മറ്റെല്ലാവരും സ്നാനപ്പെടാം, എന്നാ ഞാനും സ്നാനപ്പെടാം. അതുകൊണ്ടൊരു കാര്യമില്ല. നിനക്ക് ബോധ്യം വേണം എന്തിനാണ് സ്നാനമേൽക്കുന്നത്, എന്താണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്തത്. ആ ബോധ്യത്തോടുകൂടെ സ്നാനപ്പെടണം. അപ്പോഴാണ് സ്നാനത്തിന്റെ മഹത്വം യഥാർത്ഥമായി ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയുള്ളൂ. ഇന്ന് സഭയ്ക്കകത്ത് അനേകർ എല്ലാവരും പെട്ടാം, എന്നാ ഞാനും പെട്ടേക്കാം എന്ന് പറഞ്ഞ് യഥാർത്ഥമായി ജഡത്തെ മരിപ്പിക്കാത്ത കുറെ എണ്ണമുണ്ട്. സ്തോത്രം. കുതിർന്ന ഭാവി. ആ കുതിർന്ന ഭാവിയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? കുരുത്തക്കേടും കാണിച്ച്
സഭയ്ക്കും അപമാനം വരുത്തി ഇങ്ങനെ നടക്കുന്നേ. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്ന് ഉത്ബോധമുണ്ടാകണം. കാൽവറി ക്രൂശിന്റെ ദർശനം ഹൃദയത്തിനകത്തുണ്ടാകണം. സ്തോത്രം. യഥാർത്ഥമായ ദൈവിക ബന്ധത്തിന് ഉടമയായി ഒരുവൻ സ്നാനപ്പെട്ടാൽ, വചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോട്ടെ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, അടുത്ത പദം ശ്രദ്ധിച്ചോ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അർത്ഥാൽ ഹല്ലേലൂയ, പാപസമ്മതമായി മരണം നടന്നു. മരിച്ചതായ ഒരു ജഡം അതിനെ എന്ത് ചെയ്താലും എന്ത് ചെയ്യില്ല, പ്രതികരിക്കില്ല. ആവരണം ധരിച്ച ഒരു അമ്മച്ചിയാണെന്നിരിക്കട്ടെ, മരിച്ചെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആള് ഏറ്റവും ആദ്യം വലിച്ചൂരുന്നത് അതിന്റെ കാതിലും കഴുത്തിലും കയ്യിലുള്ള സ്വർണ്ണ ആഭരണമായിരിക്കും. അതാരാണോ ആദ്യം കിട്ടുന്നേ, ആഭരണം ധരിച്ചിട്ടുള്ള അമ്മച്ചിമാരുടെ അടുത്ത് നിന്ന് മക്കളാരും പോകില്ല. എപ്പോ ഇതിന്റെ ജീവൻ പോകുന്നു, അപ്പം ഇത് ഊരിയെടുക്കാൻ വേണ്ടിയാ, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. ചിലര് ചാകുമെന്ന് കണ്ടു കഴിയുമ്പോൾ നീ അപ്പുറത്ത് പോയേച്ചു വാടി, അല്ലെങ്കിൽ കുറച്ച് പേര് ആശ്വസിക്കടി, ഞാനിവിടെ ഇരിക്കാടി എന്ന് പറയും. എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ടല്ലെന്നേ. ഇത് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? ആദ്യം ആർക്ക് കിട്ടിയോ അവരുടേതാണ്. ആ ശരീരം എന്ത് ചെയ്യില്ല, അയ്യോ മക്കളെ എനിക്ക് വേദന എടുക്കുന്നെന്ന് പറയില്ല, പ്രതികരിക്കില്ല, പ്രതികരണ ശേഷിയില്ല. യഥാർത്ഥമായി മരിച്ച ഒരു വ്യക്തി പാപസമ്മതമായി മരിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഏതൊരു വിഷയത്തിന്റെ മുൻപിലോ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ഒരു വിഷയത്തിനും ആ വ്യക്തിയെ ചഞ്ചലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകുവാനോ കഴിയാത്ത നിലവാരത്തിൽ ഒരു വേർപെട്ട വ്യക്തിയായി മരിച്ചവൻ മാറും. ആമേൻ. ഹല്ലേലൂയ. പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്തോത്രം. അവസാനത്തെ വാക്യം നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയതായ തിരുവചന ഭാഗങ്ങൾ, ചേരുക എന്ന വാക്കിന് മാനുഷിക രീതിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് സമീപിക്കുക, സംബന്ധിക്കുക, കൂടുക, ഒന്നിക്കുക, ഉൾപ്പെടുക, ചേരുക എന്നുള്ള വാക്ക്. അപ്പോൾ ക്രിസ്തുവിനോട് ഒരുവൻ ചേർന്നാൽ, ഗലാത്യലേഖനം 3:27 അതിന് മറുപടി പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ അവന്റെ ആദരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും. ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും. ഇത് വചനത്തോട് ഒന്നൊന്ന് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവ പൈതൽ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഇന്നലെ അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരു ദൈവവചനെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ എന്നോട് ചോദിച്ചു, അതെങ്ങനെയാ പാസ്റ്ററെ? കർത്താവ് തന്നെ അതിന് പറഞ്ഞു, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. മാവിൽ ചക്കയുണ്ടാകില്ല. സ്തോത്രം. ആമേൻ. ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെങ്ങും തൈ ആയിട്ട് എന്ത് ചെയ്യില്ല. വിത്ത് ഏതാണോ അത് തന്നെ മുളച്ചു വരൂ. പാപിയായ ഒരുവൻ മരിച്ചാൽ ന്യായവിധിയുടെ മുൻപിലേ അവൻ വരൂ, അല്ലാതെ സ്വർഗം ലഭിക്കില്ല.
പാപിയെ കുഴിച്ചിട്ടാൽ ന്യായവിധിക്ക് വേണ്ടി പാപി ഉയർത്തുവരും. അതൊരു ദിനം വരും. വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ആബാലവൃതം ജനം വരുമ്പോൾ അതിനകത്ത് ഇവിടെ ആഡംബരമായി സുഖിച്ചവൻ ഹല്ലേലൂയ വസ്ത്രവിഹീനനായി അവിടെ നിൽക്കുന്നത് കാണാം. ആമേൻ. ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടു, അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നടന്നു, അണിഞ്ഞൊരുങ്ങി സുമുഖനായി നടന്നു. അവൻ വരുന്ന വരവ് കാണുമ്പോൾ അറിയാം, അയ്യോ ഒറ്റ നോട്ടേ നോക്കാൻ പറ്റുള്ളൂ, ആ രൂപമായിരിക്കും. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അതുപോലെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുൻപിൽ വന്നു നിൽക്കും. നരകത്തിൽ പോയൊരു മനുഷ്യന്, യാതന സ്ഥലത്ത് പോയൊരു മനുഷ്യന് ആകെ കിട്ടുന്ന അല്പ ആശ്വാസമാണ് ആ ന്യായവിധിയുടെ മുൻപിലുള്ള സമയം. പക്ഷേ ആ സമയം അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. യാതന സ്ഥലം ഇത്രയായിരുന്നു, ഇനി കൊണ്ടുപോയി ഇടുന്ന സ്ഥലം എത്ര ഭീകരമായിരിക്കും എന്ന ചിന്ത അവരെ ഭയപ്പെടുത്തും. സ്തോത്രം. മനുഷ്യന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ദൈവം നരകം സൃഷ്ടിച്ചത്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാ. മനുഷ്യവർഗം എന്തുകൊണ്ട് അതിലേക്ക് അകപ്പെട്ടു പോകുന്നു? ദൈവം ഒരുക്കിയതായ വഴിയിൽ യാത്ര ചെയ്യുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മനുഷ്യവർഗം ആ വഴിയിലേക്ക് പോകേണ്ടി വരികയാ. സ്തോത്രം. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഓമനപുത്രനെ കാൽവരി ക്രൂശിൽ കൈവിട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ശത്രുവായ പൈശാചികൻ മാനവജാതിയുടെ മേൽ കൊണ്ടിട്ടതായ പാപത്തിന് പരിഹാരം നൽകുവാൻ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് പാപമില്ലാത്ത രക്തം പാപത്തിന് പരിഹാരമായി കൃതസമന തോട്ടം മുതൽ ഒരുക്കി കാൽവരി കുലക്കളത്തിൽ അത് പര്യവസാനം നടത്തുകയോ. അവിടെ നടക്കുന്നത് എന്താണ്? വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് അല്പസമയം മുൻപ് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു തീർക്കണമോ അതെല്ലാം കാൽവരി ക്രൂശിൽ പിതാവേ ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞ് സകലതും നിവർത്തിയായെന്ന് ഓമനപുത്രൻ വിളിച്ചു പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ കേൾവിക്കാരോട് ദൈവാത്മാവ് വിളിച്ചു പറയാ, മനുഷ്യവർഗമേ, പാപത്തിന് ഒരേ ഒരു പരിഹാരകരേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. സ്തോത്രം. പ്രൈസ് ജീസസ്. നിവൃത്തിയായെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നു. ഇത് പറഞ്ഞ് അവൻ പ്രാണനെ വിട്ടു. സ്തോത്ര. ദൈവമക്കളെ, നമ്മൾ ഇന്ന് വചനം പറയുന്നത് ലോകം കർത്താവിനെ അറിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് നമ്മളെയും അറിയുന്നില്ല. സ്തോത്രം. ഇത് ആളുകൾക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ലെന്നേ. ഇത് പൊട്ടത്തരമാണെന്ന് മനുഷ്യൻ പറയുന്നതിന്റെ കാരണം അതാണ്. ആമേൻ. ഈ ലോകത്തിലെ ദൈവം മനുഷ്യന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്ര. അതിനകത്ത് ഹല്ലേലൂയ പല
വ്യക്തികളും ദൈവവചനം കേൾക്കുമ്പോൾ എന്താണ് ഇതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവ് അവരോട് ഇടപെടുവാൻ തുടങ്ങും. ഇടപെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മനസ്സിലാകണമെങ്കിൽ മോശ 40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകൾ മേയിച്ച് നടക്കുക. ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് ദൂരെ നിന്ന് അവൻ കണ്ടു. വേണമെങ്കിൽ അവനത് നോക്കാതെ പോകാമായിരുന്നു. അവൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഇതെന്താണ്, ഇത് കത്തുന്നുണ്ട് പക്ഷെ കത്തി ചാമ്പലാകുന്നില്ല. അവൻ ഒരുപാട് തീ കത്തുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കത്തുന്നത് അവൻ കണ്ടിട്ടില്ല. ഇത് കത്തുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ചാമ്പലാകുന്നില്ല. അതെന്താണെന്ന് നോക്കാമെന്ന് കരുതി ശതമായി അവൻ നടന്ന് അതിനോടടുത്തു. സ്തോത്രം. അടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തു നിന്നൊരു ശബ്ദം, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളയണം. അപ്പോഴും വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാമായിരുന്നു? ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പാപിയുടെ അവസ്ഥ. ദൈവശബ്ദം കേൾക്കുമ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ ഒരു പാപി സ്വയമായി നടന്നെടുക്കണം. അത് സ്വയമായിട്ടെടുക്കണം. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാളെ അവൻ യാതൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റില്ല, ദൈവമേ ഞാനിത് അറിയാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. സ്തോത്രം. അബ്രഹാം പിതാവിനോട് ധനവാൻ ചോദിക്കുന്ന ചോദ്യം എത്ര ദയനീയമായിട്ടാണ് അവന്റെ ആ ചോദ്യം എന്നറിയാമോ? ഒരു തുള്ളി വെള്ളം. അപ്പൊ എത്ര കഠിന ദാഹമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു തുള്ളി വെള്ളം എന്റെ നാവിനെ തണുപ്പിക്കുവാൻ ഇന്ന് വരെ കിട്ടിയിട്ടില്ല അവന്. ഇപ്പൊ അബ്രഹാമിന്റെ മടി വെക്കൻ്റായിട്ട് കിടക്കുക, അവിടെ ഇപ്പൊ ആരും ഇല്ല. സ്തോത്രം. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിന്റെ മടി കാണാം, അവിടെ ഇരുന്നിരുന്ന സ്ഥലം കാണാം. ഇപ്പൊ അത് വെക്കൻ്റാ, അവിടെ ആരും ഇല്ല. സ്തോത്രം. എന്നാൽ അപ്പൊ യാതന സ്ഥലത്ത് കിടക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഓർമ്മയുള്ള വ്യക്തിയാണ്. അവന്റെ ശരീരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ബോധ്യമുള്ള വ്യക്തിയാണ്. അവന്റെ അവയവങ്ങൾ അവന്റെ ശരീരത്തിൽ ഉണ്ടെന്ന ബോധ്യം അവനുണ്ട്. ആ യാതനയിൽ കിടക്കുമ്പോൾ അയ്യം വിളിച്ചു കരയുകയാ, അയ്യം വിളിച്ചു കരയുകയാ. മക്കളെ, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. ചിലര് പറയുമല്ലോ, എന്റെ അപ്പനെ അടക്കിയത് ഇന്ന സ്ഥലത്താ, അവിടെ തന്നെ എന്നെ അടക്കിയാൽ മതി. അപ്പനെ അടക്കിയത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ചെന്ന് കിടക്കുന്ന സ്ഥലം പ്രശ്നമുള്ളൂ. ശവക്കോട്ടയല്ല പ്രശ്നം, യാതന സ്ഥലമാ പ്രശ്നം. നിന്റെ ആത്മാവ് ചെന്ന് ചേരുന്ന ഇടമാണ് വിഷയം. ആത്മാവിന് നാശമില്ല കേട്ടോ. ആത്മാവ് നിത്യമായി ജീവിപ്പാൻ ദൈവം സൃഷ്ടിച്ചതാണ് ആത്മാവിനെ. എന്നാൽ ഈ ജഡത്തിൽ നീ വസിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി നീ കരുതുന്നില്ല എങ്കിൽ, ആത്മാവിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന മനുഷ്യവർഗമേ, നീ പരാജയത്തിന്റെ വഴിയിലാണ്, നീ അപകട വഴിയിൽ സഞ്ചരിക്കുകയാണ്. ഇന്ന് പകല് ഈ വചനം കേൾക്കുമ്പോൾ മടങ്ങി വരിക. സ്തോത്രം. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചതുകൊണ്ട്
മരണശേഷം മോക്ഷം കിട്ടുമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ സുഖലോലുപനായി ഈ ഭൂമിയിൽ ജീവിച്ചേനെ. അത്യാവശ്യം പണമുണ്ടാക്കാനുള്ള പരിപാടി എനിക്ക് അറിയാം. ആമേൻ. അതനുസരിച്ച് എനിക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ലോകസുഖങ്ങൾ വിട്ട് ഹല്ലേലൂയ എന്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ബോഡിയോട് കൂടെ മാടി വീളിച്ചാൽ. ഹല്ലേലൂയ. ലോക സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചവനാണ് ഹല്ലേലൂയ അത്യുന്നത കോടിയിൽ നിന്നിരുന്ന മോശ. എങ്ങനെ വേണമെങ്കിൽ ജീവിക്കുവാൻ സൗകര്യമുള്ളതായ ഒരിടത്ത് ജീവിച്ചതായ ഒരുവനാണ് മോശ. അവനൊന്ന് കണക്കുകൂട്ടൽ നടത്തി. ഫറവോന്റെ പുത്രിയുടെ മകനായാൽ എനിക്ക് രാജസ്ഥാനത്തിരിക്കാം. ചത്തു കഴിയുമ്പോൾ ഒരു പിരിമേഡ് ഒന്നുണ്ടാവും, എനിക്ക് വേണ്ടി ഉണ്ടാവും. സുഖകരമായിട്ട് പട്ടുമെത്തയിൽ കിടന്ന് എന്ത് ചെയ്യാം, സുഖിക്കാം. പക്ഷെ അവൻ കണക്ക് കൂട്ടിയപ്പോൾ ഇത് താൽക്കാലികമാണെന്ന് ബോധ്യമുണ്ടായി. ബോധ്യമുണ്ടായി കഴിഞ്ഞപ്പോൾ അവനത് വേണ്ടെന്നങ്ങ് വെച്ചു. പുത്രിയുടെ മകൻ എന്ന്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചു എന്ന വചനം പറയുന്നത്. ഇന്നത്തെ ദൈവമക്കൾ എന്ന് പറയുന്നവർ മോശ ഫറവോന്റെ ദേശത്തായിരുന്നത് പോലെ ഫറവകളാകാനാ ചിന്തിക്കുന്നത്. എല്ലാ സുഖ സൗകര്യവും ആർക്ക് വേണം? ഇന്നത്തെ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് വേണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? 4 പേരുടെ മുൻപിൽ ഒന്ന് ഞെളിയാൻ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കും. ആമേൻ. വചനം പറയുന്നത് നീ ചെയ്യുന്നത് ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയരുതെന്ന. പരസ്യപ്പെടുത്തണം. നോട്ടീസ് ബോർഡിൽ പേരുണ്ടാകണം. 4 പേരുടെ മുൻപിൽ ഇത് പറയണം. ഇതാണ് ഇന്നത്തെ പെന്തക്കോസുകാരുടെ പരിപാടി. ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, അതൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നാൽ കഴിവുള്ളവർ എന്തു ചെയ്യുമായിരുന്നു? ആരും അറിയാതെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആമേൻ. അപ്പച്ചൻ കൊണ്ടുപോയി കൊടുക്കും, പിറ്റേ ദിവസം അമ്മച്ചി കൊണ്ടുപോയി കൊടുക്കും. അപ്പച്ചൻ കൊടുക്കുന്ന അമ്മച്ചി അറിയുന്നില്ല, അമ്മച്ചി കൊടുക്കുന്ന അപ്പച്ചനും അറിയുന്നില്ല. ഇവര് മരിച്ചു കിടക്കുമ്പോഴാണ് ആ വീട്ടുകാർ സാക്ഷ്യം പറയുന്നത്. ഇന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിപ്പാൻ ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ ഈ കിടക്കുന്ന അമ്മച്ചി ഹല്ലേലൂയ ഇന്ന രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് നൽകി. സ്തോത്രം. ആമേൻ. അപ്പോഴാണ് ജനം പറയുന്നത്, ഇങ്ങനൊന്നും സംഭവിച്ചോ? ഇന്ന് കൊടുക്കുന്നത് ഇച്ചിരി ആയിരിക്കും, പരസ്യം വലുതാ, കൊടുപ്പെന്താ? സ്തോത്രം. ഹല്ലേലൂയ. മോശ തിരഞ്ഞെടുത്തത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഥാർത്ഥമായി മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റ ഒരു ദൈവവൈതൽ, സുവിശേഷം നിമിത്തം നിനക്ക് കഷ്ടതയുണ്ട്. വിശ്വസ്തയോടുകൂടെ നീ സുവിശേഷവുമായി യാത്ര ചെയ്താൽ സ്നേഹിക്കുന്നവർ നിന്നിൽ നിന്ന് അകലും.
സ്തോത്രം. ഒരുപക്ഷെ നിന്നെ സ്നേഹിച്ച കഴിഞ്ഞ നാളുകളിൽ തോളിൽ കൈയിട്ട് നടന്ന വ്യക്തി കാർപ്പിച്ചു തുപ്പിയെന്ന് വരാം. നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് വരാം. ഹല്ലേലൂയ. ഒരു നേരം പട്ടിണി കിടക്കുന്നതല്ല കക്ഷത. സുവിശേഷം നിമിത്തം നിന്നയും പരിഹാസവും സഹിക്കുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണോ, ഞാനൊരു ദൈവ പൈതലായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകക്കാരല്ലായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, കർത്താവായ യേശുക്രിസ്തു ഞാനാണ് വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞ് ഒരു രാജകീയ കൊട്ടാരത്തിൽ ജനിച്ച് രാജകീയമായി വളർന്ന് വീണ്ടെടുപ്പിന്റെ പരിപാടി പൂർത്തീകരിച്ചെങ്കിൽ ഈ കർത്താവിനെ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? എന്നാൽ ദരിദ്രരിൽ ദരിദ്രനായി സ്വന്തമായി കിടക്കുവാൻ ഒരു കിടപ്പടം ഇല്ലാത്ത നിലയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജനനം എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വഴിയിലാണ് പ്രസവിച്ചത്, അതെവിടെയോ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ കിടത്തുവാൻ നോക്കി, സമ്മതിച്ചില്ല. ആമേൻ. അങ്ങനെയാണ് പശുതൊട്ടിയിൽ കൊണ്ടുപോയി കിടത്തിയത്. സ്തോത്രം. യേശു ജനിച്ചത് പശുതൊട്ടിയിലല്ല. ക്രിസ്ത്യാനികൾ പുൽക്കൂടുണ്ടാക്കും, ആമേൻ, എന്തൊക്കെയോ ചെറിയ ഒന്നുണ്ടാക്കി വെക്കും, എന്നിട്ട് അതിനകത്തൊരു ഉണ്ണീശോയും കെടുത്തു. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ഉണ്ണീശോ വഴിയമ്പലത്തിലല്ല ജനിച്ചത്. അതെവിടെയോ ആ സ്ഥലം എന്ത് ചെയ്തിട്ടില്ല, വേദപുസ്തകം പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ അവിടെയും കൊണ്ടുപോയി കുടിൽ വെച്ചേനെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനോട് ചേരുവാനാണ്. ആ ക്രിസ്തുവുമായുള്ളൊരു നല്ല ബന്ധം പുലർത്തുവാൻ വേണ്ടിയാ. തുടർന്നും ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിന് ഉടമയായി ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കേൾവിക്കാരോട് വളരെ താഴ്മയോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഈ വഴിയല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ഇത് ആളെ കൂട്ടുന്ന പരിപാടിയല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല. യഥാർത്ഥമായ സത്യവഴി ഇത് മാത്രമാണ്. മറ്റൊരു മാർഗം കണ്ടെത്താത്തത് കൊണ്ട്, ഇന്ന് വരെ കാണിച്ചു തരുവാൻ കഴിയാത്തത് കൊണ്ട് ഈ വഴി തന്നെയാണ് സത്യമെന്ന് സത്യവേദ പുസ്തകം യഥാർത്ഥമായി വരച്ച് കാട്ടുന്നത് കൊണ്ട് ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാണ് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ദൈവകൃപയുടെ മറവിൽ ഞങ്ങൾ മറഞ്ഞ് അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ അവിടുന്ന് നൽകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കേൾവിക്കാരെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണം. വലിയ ആത്മപകർച്ച കർത്താവ് നൽകണം. ഈ വചനം കേൾക്കുന്നവർ എന്റെ നാടിനോട് ചേർന്ന് നിൽപ്പാൻ തക്കതായ നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുവാൻ ഇടയാകട്ടെ.
അവിടുന്ന് അങ്ങനെ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.